ഈ ഫ്രെയിം ഒന്ന് നോക്കിയേ. ഒരു വശത്ത് നമ്മുടെ നാട്ടിലെ പശുക്കളും മറുവശത്ത് ഒരു വലിയ കൂട്ടം കാട്ടുനായ്ക്കളും. ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് ക്യാമറയിൽ പകർത്തിയത്. ആദ്യം ഒരു പശു അവിടെ നിന്ന് പുല്ലുമേയുകയും ചുറ്റും കുറച്ച് കാട്ടുനായ്ക്കൾ സമാധാനത്തിന്റെ കൊടി പാറിച്ചുകൊണ്ട് കാവൽക്കാർ എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ അതിന്റെ ചുറ്റും കൂടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോഴും പശു മറ്റൊന്നും ചിന്തിക്കാതെ പുല്ലുമേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഈ കാട്ടുനായ്ക്കളുടെ സ്വഭാവം മാറി തുടങ്ങിയത്. വിശപ്പ് കൊണ്ട് തന്നെ ആവണം ആ നായക്കൂട്ടം മെല്ലെ ആ പശുവിനെ ആഹാരമാക്കാൻ ശ്രമിച്ചു തുടങ്ങി. ഈ പശുക്കളുടെ ഉടമസ്ഥർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഈ വലിയ പശുവിനെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതിനു പകരം ഒരു പശു കിടാവായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ആ നായക്കൾ അതിനെ പിച്ചി ചീന്തി കാണുമെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആവണം പശുക്കിടാവിനെ അവരുടെ കൺവെട്ടത്താണ് അവർ കെട്ടിയിട്ടിരുന്നത്. ഈ കാട്ടുനായക്കൾ ആനയുടെ കുഞ്ഞിനെയും കാട്ടുപോത്തിന്റെ കുഞ്ഞിനെയും എല്ലാം ആഹാരമാക്കിയ കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നീട് അവിടെയുള്ള പശുക്കളെല്ലാം ഒരുമിച്ച് കൂടി. കാട്ടുനായക്കളുടെ ഒരു വലിയ കൂട്ടവും മറുവശത്തുണ്ടായിരുന്നു. അവസാനം ആ പശുക്കളെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആ കാട്ടുനായക്കൂട്ടം തിരിച്ച് കാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ആ പശുക്കളുടെ ഉടമസ്ഥർ പറഞ്ഞിരുന്നതാണ് അന്ന് അവിടെ നടന്നത്. ഈ കാടിന്റെ അടുത്ത് വർഷങ്ങളോളം താമസിക്കുന്നവർക്കെല്ലാം ഒരുപാട് കഥകൾ മാത്രമല്ല അനുഭവങ്ങൾ പറയാനുണ്ടാവും. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. കാട്ടിലെ ഇതുപോലെയുള്ള അനുഭവ കഥകൾ ഇഷ്ടമാണ് എങ്കിൽ ഫോളോ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.